പോളണ്ട് ദേശീയ ഫുട്ബോൾ ടീം പരിശീലക സ്ഥാനമൊഴിഞ്ഞ മിഷേൽ പ്രോബിയേഴ്സ് പോളണ്ട് ക്യാപ്റ്റനും രാജ്യത്തിന്റെ റെക്കോർഡ് ഗോൾ സ്കോററുമായ റോബർട്ട് ലെവൻഡോസ്കിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് പരിശീലകന്റെ പടിയിറക്കത്തിലെത്തിച്ചത്. പോളണ്ട് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ലെവൻഡോസ്കിയെ മാറ്റിയതാണ് തർക്കത്തിലേക്കും വിവാദത്തിലേക്കും നയിച്ചത്. പോളണ്ടിന്റെ പുതിയ നായകനായി നാപ്പോളി മത്സര താരം പിയോട്ടർ സിലൻസ്കിയെ കോച്ച് പ്രഖ്യാപിച്ചതാണ് ലെവൻഡോസ്കിയെ ചൊടിപ്പിച്ചത്. തന്നോട് നേരിട്ട് പറയാതെ ടീമിൽ വരുത്തിയ മാറ്റമാണ് ലെവൻഡോസ്കിയുടെ പിണക്കത്തിന് കാരണം. പ്രോബിയേഴ്സ് പരിശീലിപ്പിക്കുന്ന പോളണ്ട് ടീമിൽ താൻ ഇനി കളിക്കില്ലെന്നും താരം തുറന്നു വ്യക്തമാക്കിയതോടെ സംഭവം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കി. പോളണ്ടിന്റെ എക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളാണ് 36-കാരൻ. രാജ്യത്തിനായി 158 മത്സരങ്ങൾ കളിച്ച ലെവൻഡോസ്കി 85 ഗോളുകൾ നേടി. പോളണ്ടിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ലെവൻഡോസ്കിയാണ്. താൻ വീട്ടിൽ കുട്ടികളെ ഉറക്കാൻ കിടത്തുമ്പോഴാണ് കോച്ച് വിളിച്ച് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയ വിവരം പറയുന്നതെന്നായിരുന്നു ലെവൻഡോസ്കി പറഞ്ഞത്. പിന്നാലെ പോളണ്ട് ദേശീയ ടീമിന്റെ വെബ്സൈറ്റിൽ നിന്ന് വിഷയം പറഞ്ഞു. അതോടെയാണ് ലെവൻഡോസ്കി ഉടക്കിയത്. കോച്ചിന് ഇക്കാര്യം എന്നോട് നേരിട്ട് പറയാനുള്ള മനോവിചാരം ഉണ്ടാകേണ്ടിയിരുന്നു. രാജ്യത്തിനായി ആത്മാർപ്പണം ചെയ്ത ആളാണ് ഞാൻ. ഇതിൽ കൂടുതൽ ബഹുമാനം ഞാൻ അർഹിക്കുന്നുണ്ട്. മുഖാമുഖം ഇരുന്ന് തീരുമാനിക്കേണ്ട വിഷയം ഇത്തരത്തിൽ ഫോൺ വിളിച്ചല്ല പറയേണ്ടിയിരുന്നതെന്നും ലെവൻഡോസ്കി വ്യക്തമാക്കി. സംഭവം വിവാദമായതിനു പിന്നാലെയാണ് കോച്ചിന്റെ പടിയിറക്കം. പോളണ്ട് ഫുട്ബോളിന്റെ നല്ല ഭാവിക്ക് വേണ്ടി സ്ഥാനം രാജിവെക്കുന്നതായി വ്യക്തമാക്കിയാണ് പ്രോബിയേഴ്സ് കസേര ഒഴിഞ്ഞത്. പോളിഷ് ഫുട്ബോൾ അസോസിയേഷൻ രാജി സ്വീകരിക്കുകയും ചെയ്തു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.